Hello guys, welcome back to my YouTube channel. So welcome to my another vlog. ഒരു എയറോപ്ലെയിൻ പോകുന്നുണ്ട്. ഒച്ചയ്ക്കോന്ന് എനിക്കറിയില്ല. ഓക്കെ. സോ എന്താണ് ഇങ്ങനെ ഒരു വ്ളോഗുമായി വന്നത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അടുത്ത യൂട്യൂബിൽ ഉള്ളവർ ഞാൻ കുറച്ച് കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് ഒരു ബേക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് എനിക്ക് ബ്രൗണീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു പാഷൻ്റെ പുറത്ത് ഞാൻ ചുമ്മാ റാൻഡമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ റേറ്റ് കൈവേന എടുക്കും റേറ്റ് ഒക്കെ അയച്ചു കൊടുത്ത സമയത്ത് കുറച്ച് പേരിങ്ങനെ ഇച്ചിരി വില കൂടുതലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഹോം ബേക്കിംഗ് ആണ് ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു സ്റ്റുഡിയോ പുറത്തിട്ടിട്ട് അങ്ങനെ ഒന്നും ആ ലെവലിലേക്ക് ഒന്നും എത്തിയില്ല. തുടങ്ങിയിട്ടുള്ളൂ 2-3 ആഴ്ചയായിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ എൻക്വയറീസ് വരുന്ന സമയത്ത് ഇവരിങ്ങനെ പറയാറുണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണല്ലേ. ഇപ്പോൾ ബ്രൗണിക്ക് നിങ്ങൾക്കറിയാം, ഒരു നോർമലി ബട്ടറും നിങ്ങൾ റെസിപ്പി അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്നെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റെസിപ്പി ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം പൈസ വരും. പിന്നെ കറണ്ട് ചാർജ്, ക്ലീനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ വ്ളോഗ് തന്നെ അതാണ്. അതായത് ഈ പൊതുവെയുള്ള ആൾക്കാരുടെ ഇതൊക്കെ ഭയങ്കര എളുപ്പമാണെന്നുള്ളൊരു ധാരണ ഉണ്ട്. അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്യാം. അപ്പം നിങ്ങൾ വിചാരിക്കും വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ സുന്ദരിയായിട്ട് വന്നേക്കുന്ന അതൊന്നുമല്ല. എനിക്കൊന്ന് പുറത്തു കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വ്ളോഗൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വൃത്തിയുള്ള കോലത്തിൽ നിൽക്കാം, അപ്പം ഇതിന് മാറ്റണ്ട എന്ന് ഞാൻ വിചാരിച്ചു. So the content of the video is the effort I am putting for the baking business behind me. എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇന്ന് രണ്ട് ഓർഡർ ഉണ്ടായി. അപ്പോൾ ആ 2-3 ഓർഡേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കിച്ചൺ, ഇതാണ് എൻ്റെ കിച്ചൺ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കിച്ചൺ എന്ന് പറയണത് എപ്പോഴും തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഒരു ഫാമിലി ആവുമ്പോൾ, അതായത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും തിന്നണം, അപ്പൊ തിന്നാൻ ഉണ്ടാക്കണം. അതിന്റെ കൂടെ തന്നെയാണ് ഇതും കൂടെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ കിച്ചൺ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഈ കിച്ചൺ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നിസ്സാര പരിപാടിയല്ല. അപ്പൊ എന്റെ കിച്ചണിന്റെ ഇപ്പോഴത്തെ ഒരു കോലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഏകദേശം 2-3 കേക്ക്സ് ഒക്കെ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്റെ കിച്ചൺ ഈ ഒരു കോലത്തിലാവും. ബൈ ദ വേ ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാട്ടോ നിൽക്കണത്. ബിക്കോസ് നല്ല ഡ്രസ്സ് ആയതുകൊണ്ട് ഇനി മേത്ത്, പക്ഷെ ഞാൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇടാറുണ്ട്, മേത്ത് ചോക്ലേറ്റും അതൊന്നും ആവാണ്ടിരിക്കാനായിട്ട്. വീടും നമ്മൾ ഒരു കോലത്തിലൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ടേബിളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടും. പാർട്ട് ഓഫ് ദി ബിസിനസ് അല്ലേ. അപ്പോ അപ്പൊ ഐ ഷോ യു ദ കഷ്ടപ്പാടുകൾ ബിഹൈൻഡ്. അല്ലെങ്കിൽ ഇതൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി പാത്രം എന്താ കണക്കിന് സിങ്കിൽ കിടക്കുന്നു. ഇവിടെയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കിയ പാത്രം, കഴുകാനുള്ള പാത്രം, ചോക്ലേറ്റ് ഉള്ള പാത്രം, അത് ഇതിനിപ്പോ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനുള്ളത് ഞാനിങ്ങനെ ഡബിൾ ബോയിലിങ്ങിന് വെച്ചേക്കാണ്. ഒരെണ്ണം ദാ എയർ ഫ്രയറിൽ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കിച്ചൺ ഒരു പരിവായിട്ടാണുള്ളത്. ഇപ്പൊ സമയം വൈകിട്ട് 4 മണി. ചോറ് കഴിച്ച് കഴിഞ്ഞുള്ളൂ. അപ്പൊ അതിന്റെ പാത്രം എല്ലാം ഒരു അവിയൽ പരുവത്തിലാണ് കിടക്കുന്നത്. വർത്താനം പറഞ്ഞുകൊടുക്കാൻ സമയമില്ല. നമുക്ക് വേഗം പോയിട്ട് ആ പരിപാടികളിലേക്ക് കിടക്കാം. ഗൈസ്, എൻ്റെ ഒരു നെടുനീളൻ പ്രസംഗം ഉണ്ടായിരുന്നു. പക്ഷെ മൈക്കിൻ്റെ ചാർജ് തീർന്നതുകൊണ്ട് അത് കിട്ടിയില്ല. അപ്പം ഞാൻ അടുത്ത മൈക്ക് എടുത്ത് വെച്ചു. അത് ഹിറ്റായിപ്പോയി. എന്താ ചെയ്യുക, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവിടെ തരാം. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ നെടുനീളൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ബ്രൗണിയെ പറ്റിയിട്ടായിരുന്നു. ആൻഡ് ദെൻ ഇത് ന്യൂട്ടല്ല ഗനാഷാണ്, പ്രോപ്പർ ന്യൂട്ടല്ല. ഇതിൽ വേറെ മിക്സോ കാര്യങ്ങളൊന്നുമില്ല. ന്യൂട്ടല്ല തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുന്നതാണ്. ഓക്കെ. സോ അപ്പോൾ ദ തിങ് ഇസ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ന്യൂട്ടല്ല ബ്രൗണിക്കാണ് കേട്ടോ. ഇത് നോക്കേണ്ടത് ചെറിയ ബ്രൗണിയാണ്. അതായത് ഇപ്പം 300 grams to 80 grams to 90 grams അങ്ങനെയൊക്കെ ഉണ്ടാവും. കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ആയുധം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ആൻഡ് ദെൻ ബ്രൗണി, ഇത് പിന്നെ ചെറിയ പീസുകളായിട്ട് അവർക്ക് മതി. അപ്പം ഇത് ചിലപ്പോൾ ഒരു 3-4 ഒക്കെ ആയിട്ട് ഞാൻ കട്ട് ചെയ്യും. എന്താ കൈ വരയ്ക്കുന്നു രാവിലെ അടിക്കാത്തത്. കോമഡി ആയിട്ട് എടുത്താൽ മതിട്ടാ, ഇതൊന്നും സീരിയസ് ആക്കല്ലേ. ചിലപ്പോൾ ചില ടീംസൊക്കെ വരും.
വെള്ളമടിയും തുടങ്ങി അവൾ ഇനി വെള്ളമടിച്ച് കേൾക്കാനുള്ള ത്രാണിയില്ല. ഇപ്പോൾ എൻ്റെ ഒരു 300 ഗ്രാംസ് ഒരു 280 ആ ഒരു അത്രയും റേഞ്ചിൽ ഗ്രാംസിൽ വരണ ബ്രൗണീസിൽ ഇത്രയും പീസസ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു 10 to 15 പീസസ് എന്തായാലും ഇതിലുണ്ടാകും. ഭയങ്കര വലിയ പീസസ് അല്ല, ബട്ട് കുഞ്ഞു പീസസ് ആണ്. പക്ഷെ അത്രയും പീസസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ. 500 ഗ്രാംസിൻ്റെ ആണ് അവർ ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ 2 സെറ്റായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം ഒറ്റ സെറ്റിൽ ചെയ്തുകൂടെയെന്ന്. അതിനുള്ള സാധന സാമഗ്രികളൊന്നും ഇപ്പം നമ്മുടെ കയ്യിൽ തൽക്കാലമില്ല. ബട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ. എന്താ ഇത് ഒന്നിലെ 2 ഉണ്ടാവും. അപ്പോൾ അത് മുറിച്ചെടുക്കാൻ ഭയങ്കര പാടാം. അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചിട്ടാണ് കറക്റ്റ് അളവെടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ പറഞ്ഞുതരാൻ പാടില്ല, പിന്നെ അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇതിൽ. ഓക്കെ, എൻ്റെ ഇതിപ്പം അവർക്ക് ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വലിയ ഡിസൈനിലൊന്നും വലിയ കാര്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഡിസൈനിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബോക്സിലിട്ടിട്ട് കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കും. ഈ ഒരു പീസും കൂടെ വന്നാലേ കേട്ടോ 500 ആവുള്ളൂ. ഇപ്പോഴും എൻ്റെ അടുക്കള അങ്ങനെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇട്ടിട്ട് പിന്നെ ഒരു ലെയർ ഞാൻ ഈ ന്യൂട്ടല്ലയുടെ ഇത് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത പീസും കൂടെ ഞാൻ ലെയർ ചെയ്തിട്ട് ഒരു ന്യൂട്ടല്ലയുടെ ഇതും കൂടെ. അങ്ങനെയാണ് എൻ്റെ ന്യൂട്ടല്ല ബ്രൗണീസ് വരണത്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. മറ്റേ കേക്കിനെ കൂളാവാൻ വെച്ചേക്കുക, കാരണം കൂളാവാണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഈ വേസ്റ്റ് പറക്കണതും പാത്രം കഴുകണതും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പല സ്ഥലത്തും നമുക്ക് ചോക്ലേറ്റ് കാണാൻ പറ്റും. അതൊക്കെ എന്തൊക്കെയോ പാത്രത്തിൽ ഫുൾ ചോക്ലേറ്റിൻ്റെ മയമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് എന്തായാലും വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാവേ. അപ്പൊ ഗൈസ്, അങ്ങനെ ഉണ്ടായിരുന്ന അടുക്കള ഞാൻ ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. ക്ലീനിങ് ടാസ്ക് ആണ്, പക്ഷെ എനിക്ക് ക്ലീൻ ചെയ്യാൻ പൊതുവെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ അടുക്കള ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പൊ ഞാൻ ഹെവി കുക്കിംഗ് എല്ലാം ഇതുപോലത്തെ ഇപ്പൊ ബേക്കിങ്ങിന്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു നമ്മൾ നോർമലി തുടയ്ക്കുന്ന തുണി അല്ലാതെ എക്സ്ട്രാ ഒരു തുണി കൊണ്ട് ഇങ്ങനെ കുറച്ചെടുക്കാറും കഴിഞ്ഞു. അടുക്കളയിലത്തെ ഇവിടെ കുറച്ച് ഞാൻ വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും കുതിരാനത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാത്രി സലാഡാണ്, യൂനോ, ഹെൽത്തി ആയിട്ട് 2026 അല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ സലാഡാണ്. അപ്പോൾ അതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഇവിടുത്തെ പരിപാടി ഗൈസ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞില്ല എന്നുള്ളൊരു ലെവലിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുവാണ്, കാരണം ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാനുള്ള കണ്ടന്റ് ഇതിലില്ല. ആക്ച്വലി എൻ്റെ ബേക്കിംഗ് കഷ്ടപ്പാടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അധികം ഞാൻ ഒരു ദിവസം ഇപ്പോൾ ഓവർ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അധികം ഇങ്ങനെ ക്ലീനിങ് പർപ്പസസിന് സമയം സ്പെൻഡ്, ബിക്കോസ് നമ്മൾ ഒരാളുള്ളപ്പം ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്താൽ നമ്മൾ തന്നെ ഭയങ്കര ടൈം. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുത്തിട്ടില്ല നേരത്തെ ഞാൻ ഉണ്ടാക്കൊണ്ടിരുന്ന കേക്ക്, ബിക്കോസ് അവർ വീട്ടിലില്ല. അപ്പോൾ ഒരു 20 minutes കഴിഞ്ഞിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ കൊച്ചി ബേസ്ഡ് ഉള്ളവർക്ക് ഞാൻ പോർട്ടർ ചെയ്താൽ കൊടുക്കാറ്. അപ്പോൾ അതിനി ഒരു 20 minutes കഴിഞ്ഞിട്ട് അയക്കാനുള്ളത് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ബാക്കി ഇതാ കിച്ചണൊക്കെ നേരത്തെ ക്ലീൻ ആക്കി ആ ഒരു സെറ്റപ്പിൽ. ഇതൊന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് ഡിസ്പോസ് ചെയ്താൽ മതി, ബട്ടർ പേപ്പേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. വ്ളോഗായിട്ട് ഇത് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് മൂഡിൽ തോന്നി, ഇപ്പം ഞാൻ എടുത്തതാണ്.
ഐ ഹോപ്പ് യു ഹവ് എൻജോയ്ഡ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറി ഹോം ബേക്കേഴ്സ് കേക്ക് മാത്രമല്ല എന്താണെങ്കിലും ചെയ്യുന്ന പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കുറച്ചധികം പണിയുണ്ട്. ബിക്കോസ് വീട്ടിലെ പണിയും കൂടെ മാനേജ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് മാത്രം ഒരു ബിസിനസ്സായിട്ട് റൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ജോലിയായിട്ട് അതിനെ കാണാൻ പറ്റും. പക്ഷേ ഇത് വീട്ടിലെ കാര്യം എല്ലാം കൂടെ കൊഴിഞ്ഞു മറിയുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഓഫ് കോഴ്സ്. സോ that's it about my today's vlog and I'll see you on my next vlog and thank you for watching my video. Bye.